ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സുവിശേഷം ക്രിസ്തുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ വ്യക്തമായ ദൗത്യം നൽകി അയക്കുന്നതാണ്. അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനും രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അധികാരം നൽകിക്കൊണ്ട് ഒരു യാത്ര അയക്കുന്നു. ചുമതല ഇപ്രകാരമാണ്: വിജാതിരുടെ അടുത്തേക്ക് പോകരുത്, സമരിയക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. യേശുനാഥൻ ചുറ്റി സഞ്ചരിച്ച അത്ഭുതങ്ങൾ നടത്തിയ ഇടങ്ങൾ തന്നെയാണ് ഒക്കെയും. പക്ഷേ തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്ന വേളയിൽ അവൻ പറയുന്നു, ഇന്ന സ്ഥലങ്ങളിൽ പോകരുത്. പക്ഷേ യേശുനാഥൻ പറഞ്ഞു വയ്ക്കുക, നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് നിങ്ങൾ പോകുവിനെന്നാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലും നമ്മൾ ഇതേ വാക്കുകൾ കാണുന്നുണ്ട്. യേശുനാഥൻ്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നു, എൻ്റെ മകൾക്ക് പിശാച് ബാധയാണ്, അവളെ സുഖപ്പെടുത്തണം. യേശുനാഥൻ പറയുന്നു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം തൻ്റെ എല്ലാ ജനത്തെയും ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് വചനം തന്നെ നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നത്. പക്ഷേ ഇസ്രായേൽ ജനത്തോട് ദൈവത്തിനുണ്ടായിരുന്ന ഒരു കരുതലിനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവാവർത്തന പുസ്തകം 7-ാം അധ്യായം 6-7 തിരുവചനങ്ങളിലാണ്: നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്, ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല, നിങ്ങളെല്ലാ ജനതകളെക്കാളും ചെറുതായിരുന്നു. ഇതാണ് ദൈവത്തിൻ്റെ മനോഭാവം. ദൈവം ഇസ്രായേൽ ജനതയെ അത്രമാത്രം കരുതിയിരുന്നുവെന്നും വഴി നടത്തിയിരുന്നുവെന്നും. എന്നാൽ എന്തുകൊണ്ട് വിജാതിരുടെ അടുത്തേക്ക് ആദ്യം പോകരുത് എന്ന് പറഞ്ഞു എന്നതിനൊരു കാരണം, ദൈവത്തെ അറിയുന്നവർക്ക് ശിഷ്യന്മാർ പോയി പറയുന്ന കാര്യങ്ങൾ കുറെ കൂടെ വ്യക്തമായി മനസ്സിലാകും. എന്നാൽ വിജാതീയരായവരോട് ശിഷ്യന്മാർ ആദ്യമായി പോയി അവരോട് വചനം പ്രഘോഷിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ക്ലേശങ്ങളും അവരുടെ ജീവിത ലക്ഷ്യത്തെ തന്നെ ഒരു പക്ഷേ മാറ്റിയെന്നിരിക്കും. എന്നാൽ താൻ ദൈവജനത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവർ ശ്രവിക്കുമെന്നുള്ള ശിഷ്യന്മാരുടെ ആ ഒരു മനോഭാവം അവരെ കൂടുതൽ ഊർജ്ജസ്വലമായി ദൈവവചനം പ്രഘോഷിക്കുവാനായിട്ട് അവർക്ക് ഇടയാക്കുമെന്നുള്ള കരുതൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുനാഥൻ ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് അയക്കുന്നതും. എന്നാൽ ഈ ശിഷ്യന്മാര് കാണുന്നൊരു കാഴ്ച തികച്ചും വ്യത്യസ്തമാണ്. ദൈവജനം അവരെ സ്വീകരിക്കാതെ പോകുന്നു. പൗലോസും ബർണബാസും ധൈര്യപൂർവം ഇങ്ങനെ പറഞ്ഞുവെന്ന് അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കുക ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങളത് തള്ളിക്കളഞ്ഞതുകൊണ്ടും നിത്യജീവന് നിങ്ങളെ തന്നെ അയോഗ്യരാക്കി തീർത്തതുകൊണ്ടും ഇതാ ഞങ്ങൾ വിജാതിരുടെ അടുത്തേക്ക് തിരിയുന്നു. ഇതാണ് ശിഷ്യന്മാര് ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി നിർവഹിക്കുന്നത്. ഇന്നത്തെ 1-ാം വായനയിലും നമ്മൾ വായിക്കുക ഇത് തന്നെയാണ്. ഹോസിയ പ്രവാചകൻ പറഞ്ഞു വെക്കുന്നു, സമൃദ്ധമായി ഫലം നൽകുന്ന ഒരു മുന്തിരിച്ചെടിയാണ് ഇസ്രായേൽ. എന്നാൽ ഫലമേറുന്നതനുസരിച്ച് അവർ ബലിപീഠങ്ങൾ വർദ്ധിപ്പിച്ചു, അഭിവൃദ്ധി കൂടുന്നതനുസരിച്ച് അവർ സ്തംഭങ്ങൾക്ക് ഭംഗിയേറ്റി, ദൈവത്തെ മറന്നുപോയെന്ന്. ഹോസിയ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ നീതി വിതയ്ക്കുവിൻ, കാരുണ്യത്തിൻ്റെ ഫലങ്ങൾ കൊയ്യാം. തരുശ് നിലം ഉഴുതുമറിക്കുവിൻ, കർത്താവിനെ തേടാനുള്ള സമയമാണത്. യേശുനാഥൻ ശിഷ്യന്മാരോടും പറഞ്ഞു വയ്ക്കുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുവിൻ. ദൈവരാജ്യം നമ്മളോട് കൂടെയുണ്ടെന്നും അതിനനുസരിച്ച് ദൈവജനമാകേണ്ടതിന് നമ്മളെ തന്നെ നമ്മൾ മാറ്റണമെന്നുമാണ് ഓർമ്മപ്പെടുത്തൽ.
അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തിയവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ എല്ലാവരും ദൈവത്തിനേറെ പ്രിയപ്പെട്ടവരാണ്. കർത്താവിൻ്റെ സ്നേഹ കവാടത്തിന് മുൻപിൽ നമ്മളെ തന്നെ നമുക്ക് നിലനിർത്താം. അങ്ങനെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കേണ്ടതുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്നു, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണെന്ന്. നമുക്ക് ദൈവശക്തിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.